ഇന്ന് ഇടം പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം തന്നെ കവർ തുറന്നിട്ട് ചട്ടിയിലേക്ക് ഇട്ട് അതൊന്ന് മീനാന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും. വേറെ കറിയാക്കിയിട്ടുണ്ടെങ്കിൽ നേരെ ഫ്രിഡ്ജ് കയറ്റിയാൽ മതിയായിരുന്നു, നാളേക്ക് എടുക്കാൻ പറ്റി. പക്ഷേ ഇന്ന് ഉച്ചക്ക് കാര്യമായിട്ടൊന്നും ആക്കിയിട്ടാട്ടാ, അതുകൊണ്ട് വേഗം മുറിച്ചിട്ട് അതിൽ കറി വെക്കാന്ന് വിചാരിച്ചു. ഒന്നും കഴിയുന്നില്ലടോ, പോരാത്തതിനെ അച്ചിയും പോയി. ആകെ ഒരു ഐസ്ക്രീം തിന്നതേ ഓർമ്മയില്ലൂ. തെയ്യത്തിന് പോയാലും നല്ല ഫ്രഷ് പിടക്കുന്ന അയിലയുണ്ട്. ഇതിന്റെ തലയും കൂടി എടുക്കുക. ഇതിനേക്കാളും വലിയ മൂത്ത അയിലയാണെങ്കിൽ ഈ തല ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. സാരമില്ല, ചെറുതങ്ങ ചെറുത് നമുക്കിത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങയും എന്നെ പോലെ തലപ്രാന്തന്മാരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. തലയെടുക്കുമ്പോൾ പ്രത്യേകിച്ച് അയിലേന്റെ തല ഉള്ളിൽ കൂറി ഉണ്ടാവും. അത് ചെകിടിയെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ നല്ല വൃത്തിയാക്കണം കേട്ടോ. എൻ്റെ ലേഗൂസ് എന്നെ പഠിപ്പിച്ചാണ്. മീൻ കല്ലുപ്പല്ലിട്ട് പെരക്കി വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ തല സെപ്പറേറ്റ് വേറെ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിലെ തേങ്ങ നിറക്കാണ്ട് നല്ല കട്ടിച്ചാറോട് കൂടി കറിയാണ് നിന്ന് ഉണ്ടാക്കുന്നത്. കുറെ നാളായി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉള്ളി, തക്കാളി, വെളുത്തുള്ളി ഇത്രയും ഒന്ന് മിക്സിന്റെ ജാറിൽ നിന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. പുളി ഇതിന്റെ കൂടെ തന്നെ അരക്കുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് പുതിർത്തിട്ട് പിഴിഞ്ഞ് ഒഴിച്ചാലും മതി. ഉലുവ, പച്ചമുളക്, കറിവേപ്പില ഇത്രയും എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അരച്ച അരപ്പ് നമുക്ക് അതിലേക്ക് ചേർത്തെടുത്തിട്ട് അതിന്റെ പച്ചമണം മാറുന്നവരെ, അതായത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും, അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മീൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രാത്രിക്കായാലും ഇന്നെല്ലാം വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ തലയിൽ അരവലം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മീൻ ചേർത്തിട്ട് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ, 10 മിനിറ്റ് ഒന്നും വേണ്ടാന്ന് തോന്നല്ലേ, അതിലെ പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ ആ വേകുന്ന സമയം വരെ ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഉപ്പും പുളിയെല്ലാം ഉണ്ടോ നോക്കാം. നല്ല ഉപ്പും പുളിയെല്ലാം പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ അടുപ്പം തന്നെ വേഗം അയിലൻ്റെ തലയും കൂടി പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അമ്മക്ക് കുറച്ച് അയില പൊരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അമ്മക്ക് ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിട്ടാ. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു 5-6 വെണ്ടയ്ക്ക എടുത്തിട്ട് ഒരു വറവും കൂടി സെറ്റാക്കിയിട്ടുണ്ടായിന് കേട്ടോ. അയിലക്കറി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നല്ല കുറുകിയ അയിലക്കറിയും വെണ്ടക്ക വറവും തല പൊരിച്ചതും എല്ലാം കൂടിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് ചോറ് കഴിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.